ഇനി തോറ്റവരുടെ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പണിഷ്മെന്റ് ആണ്. അതായത് ഞങ്ങൾ ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആ ചോദ്യത്തിന് ആൻസർ തരുന്നത് ഇംഗ്ലീഷ് വേർഡ് ഒന്നുപോലും യൂസ് ചെയ്യാണ്ട് ശുദ്ധമായ മലയാളം ഉപയോഗിച്ച് വേണം ആൻസർ തരാൻ. ആംഗലേയം ഉപയോഗിക്കരുത്. പക്ഷെ ഇത് സിമ്പിൾ അല്ലേ? ചേട്ടൻ അങ്ങനെ ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഏതൊരു വേർഡിന്റെ മലയാളം ചേട്ടൻ അറിയാം. എനിക്കിപ്പോ മനസ്സിലായി എന്ത് പണി വരാൻ പോകുന്നത് അവിടെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അതിനൊക്കെ ഉള്ളൊരു ആൻസർ തന്നാൽ മതിയേ. ഈ നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസ് ഏതൊക്കെയായിരിക്കും? ചേട്ടൻ എപ്പോഴും ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം ഇല്ലേ? ഞാൻ ഈ യന്ത്രം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ഉപയോഗിക്കുമ്പോ ഏതിലാ കുത്തി നോക്കാറ്? ഏത് ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് നോക്കാറ്? അതില് നമ്മൾ തുറക്കുമ്പോൾ അതിലെ അക്ഷരങ്ങളും അക്കങ്ങളും നമ്മൾ കാണും. അതിൽ നമ്മൾ ഓരോന്നോരോന്നായി ഞെക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അക്കങ്ങൾ നമ്മൾ കുത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നമുക്ക് ആ യന്ത്രത്തിൽ വിളിച്ചു കിട്ടും. എന്നിട്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടോ ഒക്കെ സംസാരിക്കാം. ഞാൻ അതല്ല ചോദിച്ചത്, ആപ്ലിക്കേഷൻ ഏത് യൂസ് ചെയ്യുന്നല്ല ചോദിച്ചത്. ലൈക്ക് ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, അത്തരം സംഭവ രീതികളൊന്നും എന്റെ മൊബൈൽ ഫോണിന്റെ മോഡൽ ഏതാണ്? ഇത് ഈ കമ്പനിയുടെ ഒരു പാട്ടിട്ട് കൊടുക്കും. അതായത് ചേട്ടന് ഇഷ്ടപ്പെട്ട അതായത് ഡ്രസ്സുകളൊക്കെ എങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സുകളാണ്? ഏത് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്? മുണ്ട് മുണ്ട് മാത്രം എടുത്തിട്ട് മുകൾ വസ്ത്രം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അയ്യോ അങ്ങനെ പറയരുത് ചേട്ടാ. ചൂട് കാരണം മുണ്ട് മാത്രം. അപ്പൊ ഇതൊരു ശരീരം മറയ്ക്കുവാൻ വേണ്ടി കണ്ടെത്തിയ ഒരു പ്രത്യേകതരം വസ്ത്രം. ഒരു പ്രത്യേകതരം കയ്യുറകളുള്ള വസ്ത്രം. ഇത് മുണ്ടല്ലല്ലോ, ഇത് അടിവസ്ത്രം. അടിപൊളി. പക്ഷെ രസകരമായിട്ട്, അതായത് ആകെ ഒരു പ്രാവശ്യം മാത്രമേ തോറ്റുള്ളൂ. ബാക്കി എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ആ മീറ്ററിൽ പിടിച്ച് അങ്ങ് കൊണ്ടുപോയി തകർത്തു.